ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തന്നെ ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം ചെറിയതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നല്ലതുപോലെ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. പഴം നന്നായി ഒന്ന് വഴന്ന് അതൊന്ന് ഉടയുന്ന പരുവാകുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയതും 1/4 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര നല്ലതുപോലെ മെൽറ്റായി ശർക്കരയും തേങ്ങയും അതുപോലെ പഴമൊക്കെ നന്നായി മിക്സ് ആവുന്നതിൽ ഒന്ന് ഉടച്ചെടുക്കണം. അങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ 2 മിനിറ്റ് വറുത്തെടുത്തിട്ടുള്ള റവയിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വെള്ളം വറ്റി വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ റവയുടെ ആ ഒരു മിക്സ് കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ ചൂട് കുറച്ച് കുറഞ്ഞ് വരുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം കുറച്ച് മാവെടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒത്തിരി തിന്നാക്കി പരത്തേണ്ട ആവശ്യമില്ല, ചെറിയൊരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്ത് ചെറുതായി ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തു നിന്നും ഫില്ലിങ്ങിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. റവയുടെ മിക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. പൊട്ടലൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് കോഴിക്കോട്ട് പോലെ ബോൾസ് പോലെ ആക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കി എല്ലാ മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് ജസ്റ്റ് അതിൻ്റെ പുറമേ മാത്രം ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി നേരം ഇട്ടൊരു ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒരു കളർ ചേഞ്ച് വന്ന് വരുമ്പോഴേക്കും അത് പുറമേ ഒരു ചെറിയ ക്രിസ്പിനെസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിലോട്ട് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.